ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആഷിഖും അവൻ്റെ ഭാര്യയുടെ അനിയത്തിയുമായി നടന്ന ഒരു അടിപൊളി സംഭവമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എൻ്റെ പേര് ആഷിഖ്. എറണാകുളത്ത് ഒരു മൊബൈൽ ഷോപ്പ് നടത്തുന്നു. എൻ്റെ ഭാര്യ അനീഷ. ഞങ്ങളുടേത് ഒരു ലവ് മാരേജ് ആയിരുന്നു. കല്യാണം കഴിഞ്ഞ് വളരെ താമസിച്ചാണ് ഞങ്ങൾക്ക് കുട്ടികളുണ്ടായത്. ഏകദേശം ഒരു 5 വർഷം കഴിഞ്ഞ്. അതിനായി ഞങ്ങൾ കാണാത്ത ഡോക്ടേഴ്സില്ല. അവസാനം ദൈവം തന്നെ ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് ഒരു കുഞ്ഞിനെ തന്നു. കല്യാണം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ അവൾക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അതിൽ പിന്നെ ഞങ്ങൾ പരസ്പരം ഒന്നും ആസ്വദിക്കാറില്ല. ഞാൻ അടുത്ത് ചെല്ലുമ്പോഴെല്ലാം വേദനയെന്നും പറഞ്ഞ് അവൾ മുഖം തിരിക്കും. അവളോടുള്ള ഇഷ്ടം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ലായിരുന്നു. പല രാത്രികളും ഞാൻ ഉറങ്ങാനായി എൻ്റെ ഫോണിലെ ഓരോ വീഡിയോസിനെ ആശ്രയിച്ചിരുന്നു. അതിലെല്ലാം കണ്ട് എൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. അവൾ എന്നിട്ടും ഒന്നറിയാത്ത ഭാവത്തിലായിരുന്നു. 1 മാസത്തെ ലീവ് എടുത്ത് ഞാൻ ഭാര്യയും കൂട്ടി അവൾക്കിഷ്ടമുള്ള അവളുടെ വീട്ടിൽ പോയി നിന്നു. അവളുമായി കൂടുതൽ സമയവും ചെലവഴിക്കുമ്പോഴെങ്കിലും എന്നോടുള്ള മുഖംതിരിക്കൽ മാറുമെന്ന ഞാൻ കരുതിയത്. അങ്ങനെ അവളുമായി കൂടുതൽ സമയം ഞാൻ സ്പെൻഡ് ചെയ്യാനായി തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഞാനും ഭാര്യയും സോഫയിലിരുന്ന് TV കാണുമ്പോഴാണ് അവളുടെ അനിയത്തി ആമിന ഞങ്ങൾക്കിടയിലേക്ക് കടന്നു വരുന്നത്. അത്രയ്ക്ക് മെലിഞ്ഞിട്ടല്ലെങ്കിലും ആവശ്യത്തിന് വണ്ണവും പൊക്കമുള്ള ആ സുന്ദരി എൻ്റെ ഭാര്യയേക്കാൾ എല്ലാം കൂടുതലായിരുന്നു അവൾക്ക്. ആദ്യമൊന്നും അനിയത്തിയോട് എനിക്കൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ അവൾ നന്നായി വലുതായിരിക്കുന്നു. അവൾ എന്നോട് കൂടുതൽ അടുത്ത് പെരുമാറാൻ തുടങ്ങി. ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോഴെല്ലാം അവൾ എൻ്റെ അടുത്ത് വന്ന് ഓരോന്ന് പറഞ്ഞ് തൊട്ടുരുമി സംസാരിക്കും. അതുതന്നെ ധാരാളമായിരുന്നു എനിക്ക് എൻ്റെ ആൾ തലപൊക്കാൻ. എൻ്റെ ഭാര്യയിൽ നിന്നും കിട്ടാത്ത സ്നേഹവും പരിഗണനയും ഭാര്യയുടെ അനിയത്തി തന്നപ്പോൾ അവളോട് എന്തെന്നില്ലാത്ത ഒരടുപ്പം തോന്നി. ഞങ്ങളുടെ അടുപ്പവും സംസാരവും എൻ്റെ ഭാര്യയ്ക്ക് അത്രയ്ക്ക് പ്രശ്നമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കിട്ടിയ അവസരങ്ങൾ ഞാൻ നന്നായി മുതലെടുക്കാനും തുടങ്ങി. ഒരു ദിവസം ഞാനും ഭാര്യയും പുറത്ത് കറങ്ങാൻ പോയി തിരിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ റൂമിലേക്ക് ചെന്നപ്പോഴാണ് ഡോറ് തുറന്നപ്പോൾ കണ്ട കാഴ്ച എന്നെ വല്ലാതാക്കി. മുറിയിൽ ഭാര്യയുടെ അനിയത്തി ഡ്രസ്സ് മാറുന്നു. എന്നെ കണ്ടതും അവൾ തിരിഞ്ഞു നിന്ന് എല്ലാം മറച്ചു പിടിച്ചു. ഞാൻ വേഗം ഡോറടച്ച് അടുത്തുള്ള സോഫയിൽ ചെന്നിരുന്നു. കുറച്ചു കഴിഞ്ഞ് അവൾ ഞങ്ങളുടെ റൂമിൽ നിന്നും പുറത്തു വന്നു. എൻ്റെ അടുത്തേക്കാണ് അവൾ വന്നത്. എന്നിട്ട് എന്നോട് വല്ലതും കണ്ടോ എന്ന് ചോദിച്ചു. ഞാനൊന്നും മിണ്ടാതെ നാണത്തോടെ അവളെ നോക്കി ചിരിച്ചു. അപ്പോഴേ അവൾക്ക് കാര്യം മനസ്സിലായി. അവൾ എന്നോട് അവിടെ കണ്ടത് ആരോടും പറയരുതെന്ന് പറഞ്ഞു. നേരെ അവൾ അടുക്കളയിലേക്ക് ഓടി. അടുക്കളയിൽ ഞങ്ങൾ കൊണ്ടുവന്ന ഐസ്ക്രീം എൻ്റെ ഭാര്യ അവൾക്ക് കൊടുത്തു. അവളാണെങ്കിൽ ഐസ്ക്രീം ആസ്വദിച്ച് കഴിക്കുന്നതും കൂടെ കണ്ടപ്പോൾ എൻ്റെയാൾ തല 10 മടങ്ങ് ശക്തിയായി ഉയർത്താൻ തുടങ്ങി. ഭാര്യയും അനിയത്തിയും എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പോഴേക്കും തലപൊക്കിയ എൻ്റെ ആളെയും കൊണ്ട് ഞാൻ നേരെ റൂമിലേക്ക് നടന്നു. റൂമിലെത്തിയിട്ടും എൻ്റെ മനസ്സിൽ അവളുടെ ആ രൂപം മാത്രമായിരുന്നു. അന്ന് രാത്രി സഹിക്കവയ്യാതെ എൻ്റെ ഭാര്യയുമായി ഞാൻ കൂടി. അവളാണെങ്കിൽ ഒന്നിനും സമ്മതിക്കാതെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. ഞാൻ ബലം പ്രയോഗിച്ച് എല്ലാം നടത്തി. എൻ്റെ ഭാര്യയുമായി കൂടുമ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ ഭാര്യയുടെ അനിയത്തി മാത്രമായിരുന്നു.
അതുകൊണ്ട് തന്നെ എൻ്റെ പ്രവൃത്തിയിൽ പതിമടങ്ങ് ആവേശമായിരുന്നു. ആദ്യമായി ചെയ്യുന്നത് പോലെ. പിറ്റേന്ന് രാവിലെ എൻ്റെ ഭാര്യ രാത്രി നടത്തിയ പ്രകടനത്തിൻ്റെ ദേഷ്യം മുഴുവനും തീർത്തു. അന്നു മുതൽ ഭാര്യ അവളുടെ ഉമ്മാടെ കൂടെയായി കിടപ്പ്. ഭാര്യ ഉള്ളതും ഇല്ലാത്തതും എനിക്ക് ഒരുപോലെ ആയതുകൊണ്ട് ഭാര്യ മാറിക്കിടക്കുന്നതിൽ എനിക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. എൻ്റെ മനസ്സിൽ അപ്പോഴെല്ലാം അവളുടെ അനിയത്തി മാത്രമായിരുന്നു. ഒരു ദിവസം രാത്രി അവൾ എൻ്റെ റൂമിൽ വന്നു. ഓരോന്ന് കണ്ട് നല്ല അവസ്ഥയിലായിരുന്നു ഞാൻ. ലൈറ്റ് ഇടാത്തത് കൊണ്ട് ആരാ റൂമിൽ വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഭാര്യയാണെന്ന് കരുതി ഞാൻ അവളുടെ കയ്യിൽ പിടിച്ചു. അപ്പോഴും എതിർക്കാതെ അവൾ നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അവളെ എന്നിലേക്ക് അടുപ്പിച്ചു. പിന്നെ ലൈറ്റ് ഇട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ഭാര്യയുടെ അനിയത്തിയാണെന്ന്. അത് കണ്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടിയെങ്കിലും അവളുടെ നോട്ടവും സംസാരവും എൻ്റെ അവസ്ഥ മനസ്സിലാക്കിയ പോലായിരുന്നു. അവൾക്കും എന്നോടെന്തോ ഉണ്ടായിരുന്നു എന്നെനിക്കന്ന് മനസ്സിലായി. അവളാണെങ്കിൽ എന്നെ തന്നെ നോക്കി നിൽക്കുന്നു, എന്തിനും റെഡി എന്ന മട്ടിൽ. പിന്നെ എനിക്ക് എവിടെ നിന്നോ ഒരു ധൈര്യം വന്നു. ഞാൻ അവളെ ഒന്ന് നോക്കി. ഇനി അവളെക്കുറിച്ച് പറയാം. അവളാണെങ്കിൽ എൻ്റെ ഭാര്യയേക്കാളും കൊള്ളാം. നല്ല സുന്ദരി, അത്യാവശ്യം എല്ലാം വലുതാണ്. ഒരു മാത്രം അത്രയ്ക്കുണ്ട്. എന്നാലും കാര്യത്തിലേക്ക് കടക്കുമ്പോൾ ആളെൻ്റെ ഭാര്യയേക്കാളും കൊള്ളാം. എല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു തരാനും ചെയ്യിപ്പിക്കാനും ഭാര്യയേക്കാളും മിടുക്കിയായിരുന്നു ഭാര്യയുടെ അനിയത്തി.